ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ അപ്ഡേറ്റ് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡാറ്റ സൈസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ 9.5 MB ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലോഗിൻ ബോണസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പിക്ക് എന്തായാലും ഓപ്പൺ ചെയ്യണം. എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഗായ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ നോമിനിങ് കോൺട്രാക്ട് ആരൊക്കെയാണ് പോർട്ട്പാക്ക്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജെ ലീഗ് മന്ത്ലി MVP വന്നിട്ടുണ്ട്. AC മിലാൻ്റെ ആ പാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ലോഗിൻ ബോണസ് അങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ 50 കോയിൻ നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ FC ബാർസലോണയുടെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ അതെല്ലാവർക്കും കിട്ടുന്നതാണ് ഒരെണ്ണം. പിന്നെ നമുക്ക് ഡെയിലി ഗെയിം ഒരെണ്ണം അടിക്കാനുണ്ട്. നമ്മൾ നേരെ നമ്മുടെ എപ്പിക്ക് തുറക്കാൻ വേണ്ടി പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം പോർട്ട്പാക്ക് വന്ന ആരൊക്കെയാണ്. ഓക്കെ, ഇതപ്പോൾ അങ്ങനെ നമുക്ക് 382 കോയിനാണ്, 432 കോയിനായി. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് നോക്കാം. കോൺട്രാക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് ഗൈസ്. അപ്പോൾ പോർട്ട്പാക്കിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻസിൽ കെനൻ, ഗ്രീസ്മാൻ വന്നിട്ടുണ്ട്, ന്യൂനോ മെൻഡസ്, മിഖേൽ ഒലൈസ്, ഇബ്രാഹിം കൊനാറ്റെ, വാൻഡേഴ്സൺ, സോമറൊക്കെ വന്നിട്ടുണ്ട്, എൻട്രിക്ക്. അപ്പോൾ എന്തായാലും ഒരു ഫ്രീ ട്രൈ ഉണ്ടാവും ഗൈസ്. അപ്പം എന്തായാലും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആരും എടുത്തതെന്ന്. ഇത് നമുക്ക് എപ്പിക്ക് അത് തന്നെയാണ് ഗൈസ്. AC മിലാൻ്റെ ഷോർട്ട് ടൈം വന്നിട്ടുണ്ട്. ജെ ലീഗ് മന്ത്ലി MVP ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം നല്ല കാർഡുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു എപ്പിക്ക് അടിക്കണോ, ഒരെണ്ണം കറക്കണമെന്നുണ്ട്. റാഫേൽ എലിയാസ്, പിന്നെ നമ്മുടെ മാത്യൂസ് പെരിയാര, പിന്നെ നമ്മുടെ ഷോമാഡോയ്, പിന്നെ നമ്മുടെ EG മിയമോട്ടോ, ഇവരൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ജെ ലീഗാണ്, 6 ദിവസം കൂടി ഉണ്ട് ബാക്കി. എന്തായാലും സെറ്റ് ചെയ്യാം. നമുക്ക് വേറെ എപ്പിക്ക് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും AC മിലാൻ്റെ ഒരു പാക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് പോർട്ട്പാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പോർട്ട്പേ തുറക്കണോ അല്ലെങ്കിൽ ജെ ലീഗ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നോക്കാം ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് 432 കോയിൻ ഉണ്ട്. എനിക്ക് എന്തായാലും ഈ ഒരു വർഷം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നെയ്മർ പാക്കും മെസ്സി പാക്കും എന്തായാലും എടുക്കാം. അതിന് മുമ്പായിട്ട് പോർട്ട്പാക്ക് യൂറോപ്യൻ ക്ലബ്ബ് തുറക്കണോ അല്ലെങ്കിൽ നമ്മുടെ ജെ ലീഗിന്റെ തുറക്കണമെന്നാണ് മന്ത്ലി MVP. എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യും ഗൈസ്, ഈ ജെ ലീഗ് നമുക്ക് ഒരു ഷോർട്ട് ടൈം അടിക്കാം. എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ എപ്പിക്ക് AC മിലാൻഡ് ഞാൻ അടുത്ത വീട്ടിൽ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. കാരണം മൺഡേ ഒക്കെ ആകുമ്പോഴത്തേനും വേറൊരു എപ്പിക്കും കൂടെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജെ ലീഗിലേക്ക് ഒരു 100 കോയിൻ ഇട്ടു. ഓക്കെ, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല ഗൈസ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ അടിച്ചാലോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ മാത്യൂസ് പെരിയേര അവനെ എടുക്കാം. ടൈപ്പ് നോക്കുന്നു, ജെ ലീഗ് മന്ത്ലി MBS ഓഗസ്റ്റ് 24 ഒക്കെ തന്നെയാണ്. പിന്നെ നോക്കാൻ ഡിസ്ട്രോയർ ആണ്. പിന്നെ എൻജോയ് റെസിസ്റ്റൻസ് നോക്കുന്നു, എഫക്റ്റീവ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും ബാക്കോട്ട് ഒന്ന് സോർട്ട് ചെയ്യുന്നു ഗൈസ്, ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. വീണ്ടും നമ്മുടെ മെത്യൂസിനെ എടുക്കുന്നു, ടൈപ്പൊക്കെ നോക്കുന്നു, എൻജോയ് റെസിസ്റ്റൻസ് നോക്കുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് നോക്കുന്നു, ജസ്റ്റ് ബാക്കോട്ട് വരുന്നു ഗൈസ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ 100 കോയിൻ ഇടാൻ പോവാണ്, കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം നമ്മുടെ വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നു. അതിനുശേഷം നമ്മുടെ റാഫേൽ 77 CF ആണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, കിട്ടുമെന്നറിയില്ല. ടൈപ്പൊക്കെ നോക്കുന്നു, ടാർഗറ്റ് മാനാണ്, ഇഞ്ചുറേഷൻസ് നോക്കുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കോട്ട് തന്നെ പോകുന്നു. അതിനുശേഷം ഗൈസ് നമ്മളത് 100 കോയിൻ കളയാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കിട്ടുമോ കിട്ടില്ല. 100 കോയിൻ ഞാൻ എന്തായാലും ഇടാൻ പോവാണ്. നമുക്ക് എന്തായാലും പോർട്ട്വേ ഇപ്പോൾ തുറക്കണം എന്നില്ല ഗൈസ്, തുറക്കാം നമുക്ക്. എന്തായാലും നമ്മൾ ജെ ലീഗിന് വേണ്ടി ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല ഷോർട്ട് ടൈം. അപ്പോൾ എന്തായാലും ഒരു 100 കോയിൻ ഇടാൻ പോവാണ്. കത്തോ കത്തില്ല നമുക്കറിയാം, ഒരു പ്രതീക്ഷ വെച്ച് കത്തോ എന്നാണൊരു ഇത്. എന്തായാലും നമുക്ക് എപ്പിക്കല്ല ഷോർട്ട് ടൈം അങ്ങനെ തുറക്കാം ഗൈസ്. അപ്പോൾ 100 കോയിൻ എന്തായാലും നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോ കിട്ടില്ല എന്ന്. പോയിട്ടുണ്ട് ഗൈസ്, ഉള്ളിൽ പച്ച കത്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. പച്ച ഇതെന്താ ജെ ലീഗ് മോരിഷീഗ് ഗൈസ്. അപ്പോൾ എന്തായാലും 100 കോയിൻ പോയി. കാരണം മസോട്ടോ മോരിഷീഗെ എന്നുള്ളൊരു പ്ലെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 100 കോയിൻ ഇട്ടു ഗൈസ്, ഒന്നും കിട്ടിയില്ല. നമുക്ക് എന്തായാലും ഇനി ഒരു AC മിലാൻ പാക്ക് അടിച്ചാലോ എന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്വേ പാക്ക് ഉണ്ട്. പോർട്ട്വേ പാക്കിൽ കെനൻ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് നമുക്ക് യൂറോപ്യൻ ക്ലബ്ബ് ഒരു 100 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇനിയിപ്പോൾ ലോഗിൻ ബോണസ് വരുന്നതുകൊണ്ട് നമുക്ക് പാക്കുകളൊക്കെ ഉറപ്പായിട്ട് എടുക്കാം.
ഇബ്രാഹിമ കൊണാറ്റെ എന്തായാലും നമുക്ക് നോക്കാം. അല്ല നിങ്ങളാരും എടുത്തവരുണ്ട് കമന്റ് ചെയ്യാം, എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്രീസ്മാനൊക്കെ ഉണ്ട്, ഗ്രീസ്മാൻ ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു. സോമർ ഈ കാർഡ് എങ്ങനെയുണ്ട് നോക്കട്ടെ ഗൈസ്. എന്തായാലും ഡബിൾ ബൂസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാർഡുകളായിരിക്കും ഉറപ്പായിട്ടും. നമുക്ക് എന്തായാലും നമ്മുടെ AC മിലാൻ പാക്ക് ഒരെണ്ണം 100 കോയിൻ അടിക്കാം ഗൈസ്. ചിലപ്പോൾ കിട്ടോ കിട്ടില്ല കുറേ നമ്മളെന്തായാലും നോക്കുന്നു. അപ്പോൾ ഡിഡൈൻ എടുക്കുന്നു, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്, എല്ലാം നോക്കുന്നു. നമ്മുടെ അതേ പണ്ടത്തെ ട്രിക്ക് തന്നെ ഒരെണ്ണമെങ്കിലും കിട്ടുമെന്നൊക്കെ. പച്ച കത്തിയപ്പോൾ ഞാൻ വിളിച്ചു ഗൈസ്, കാരണം കത്തിന്ന് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ സോട്ടൊക്കെ ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ഡിഡ വീണ്ടും എടുക്കുന്നു. ഇതേപോലെ തന്നെ എന്തായാലും ഗൈസ് നമ്മുടെ ഈ വീഡിയോ ചെയ്തപ്പം കുറേ പേർക്ക് എപ്പിക്കുകളൊക്കെ കിട്ടിയായിരുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയല്ലോ, പക്ഷേ കിട്ടും കേട്ടോ, പറയാൻ പറ്റില്ല. ഒരു 100 കോയിൻ ഇടുന്നുള്ളൂ. നമ്മളെന്തായാലും ജസ്റ്റ് ബാക്കോട്ട് വരുന്നു ഗൈസ്. അതിനുശേഷം എന്തായാലും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അതിനുശേഷം ക്യാൻസൽ ചെയ്തതിനു ശേഷം നമ്മുടെ നെസ്റ്റ്ചെയിൻ എടുക്കുന്നു. ജസ്റ്റ് ഇതേപോലെ ടൈപ്പൊക്കെ നോക്കുന്നു. ലോങ് ബോൾ എക്സ്പെർട്ടാണ്, ഇഞ്ചുറി റെസിസ്റ്റൻസ്, എഫക്റ്റീവ് കണ്ടീഷനൊക്കെ നോക്കുന്നു, ഡീറ്റെയിൽസ് നോക്കുന്നു. വീണ്ടും ഇതേപോലെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ നോക്കുന്നു, ബാക്കോട്ട് വരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു. നമുക്ക് എന്തായാലും 100 കോയിൻ ഇതിന് വിടാം, ഉറപ്പായിട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. കത്തിയ മതിയായിരുന്നു. 100 കോയിൻ എന്തായാലും ഇടും, ലോഗിൻ ബോണസ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ 100 കോയിൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഹിയർ വി ഗോ. കിട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ ആരെങ്കിലും ഗൈസ്. സംഭവം ഇത് കത്തിയിലൊന്നുമില്ല. എന്തായാലും ഞാൻ വീണ്ടും 100 കോയിൻ ഇട്ടു. ആരെയാ നോക്കട്ടെ, നമ്മുടെ ആഡംസ്. ഓക്കെ, ആഡംസിനാണ് ഞാൻ എന്തായാലും തുറന്നത്, പക്ഷെ കിട്ടിയില്ല ഗൈസ്. എന്തായാലും 232 കോയിൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പോർവേ പാക്കോ അല്ലെങ്കിൽ നമ്മുടെ പോർവേ പാക്ക് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്കും ജയിലിൽ ഞാൻ പിന്നെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.